ഹായ് ഹലോ അസ്സലാമലൈക്കും. പിന്നെ രായമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സൗഹൃദങ്ങളെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു, എൻ്റെ സൗഹൃദങ്ങളെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ എന്തായിരുന്നു ആ ഗ്രൂപ്പിനുള്ളിൽ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഒരു ചെറിയൊരു വിവരണം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ സ്ത്രീ പറയുന്നുണ്ട്, എൻ്റെ ഷിയാസിനെ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളെയൊക്കെ മുതലെടുക്കാൻ ശ്രമിച്ചു, മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഈ സ്ത്രീ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ഗ്രൂപ്പിലുള്ള ആണുങ്ങളെയെല്ലാം ഒരുപോലെ വശീകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അഷ്കർ മലബാർ എന്ന് പറയുന്ന വ്യക്തിയെയും ഷിയാസിനെയും അതുപോലെ തന്നെ എല്ലാ ആണുങ്ങളെയും ഒരുപോലെ വശീകരിച്ച് അവരിൽ നിന്ന് പണം തട്ടുക. വശീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം നടിക്കുക, ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ നമ്മുടെ അഷ്കർ മലബാർ എന്ന് പറയുന്ന ഇക്കയോടും ഇതുപോലെ തന്നെ പണം ചോദിച്ചു. പിന്നീട് പണം മേടിച്ചതിന് ശേഷം സംസാരത്തിലെ ടോണുകൾ, അതായത് നമ്മൾ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, അതിൽ വ്യത്യാസം വന്നു. അതിൽ വ്യത്യാസം വന്നപ്പോൾ തന്നെ നമ്മുടെ അഷ്കർ മലബാർ എന്ന് പറയുന്ന വ്യക്തിക്ക് കാര്യം പിടികിട്ടി. അപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഈ ഷിയാസ് എന്ന് പറയുന്ന ആളും. ഷിയാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഇവളുടെ എല്ലാ നാടകങ്ങളും നടന്നു എന്ന് മാത്രമല്ല, ഈ ഷിയാസിനെ ഈ പറയുന്ന അഷ്കർ മലബാർ എന്ന് പറയുന്ന വ്യക്തിയോട് ഈ സ്ത്രീ സംസാരിക്കുന്നതും മറ്റും ഇഷ്ടമല്ലാത്തൊരു അവസ്ഥയും വന്നു. ഈ ഗ്രൂപ്പിൽ പലർക്കും പല സംശയങ്ങളും ഈ സ്ത്രീയോട് വരികയും ചെയ്തു. അങ്ങനെ ഈ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് സംശയം തോന്നത്തക്ക രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അസുറ ഇത്ത ഈ സ്ത്രീയോട് പറഞ്ഞത്, നീ എന്തിനാണ് ഇങ്ങനെ നെജിലയുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്, നെജിലേനെ നീ ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ള ഒരു കാര്യവും പറഞ്ഞു. ഈ സ്ത്രീ എന്ത് ചെയ്തു, അതൊരു വൈരാഗ്യമായി മനസ്സിലേക്കെടുത്തു. അസുറ ഇത്ത പറഞ്ഞൊരു കാര്യം ഇത്ര മാത്രമാണ്, പക്ഷേ ആ ഗ്രൂപ്പിനുള്ളിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ആ ഇത്ത ഒരാളോടും അതേക്കുറിച്ച് പറയുവാനോ സംസാരിക്കുവാനോ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഇത്ത ഇതിൻ്റെ പറഞ്ഞതിൻ്റെ അന്ന് വൈകിട്ട് തന്നെ ഈ സ്ത്രീ ആ ഗ്രൂപ്പിൽ നിന്ന് പോയി. ഗ്രൂപ്പിൽ നിന്നും പോയതിൻ്റെ ആ വൈകിട്ട് തന്നെയാണ് ഈ പറയുന്ന ഐഷൂട്ടി വന്നിട്ട് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ബീനിത്തയ്ക്ക് ഷിയാസിക്കയോട് ഒരു ക്രഷ് ഉണ്ടെന്ന് തോന്നുന്നു എന്നുള്ള ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. അപ്പോൾ ആ വോയിസ് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സൂക്ഷിച്ച് വെക്കേണ്ടവരൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു കാര്യം ആ ഒരു ഗ്രൂപ്പിൽ ഈ സ്ത്രീ പോയതിന് ശേഷം പറഞ്ഞ വ്യക്തി പോലും ഈ പറയുന്ന ഐഷുട്ടിയാണ് കേട്ടോ. ഒന്ന് ചോദിച്ചു നോക്കുന്നത് നന്നായിരിക്കും, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഈ സ്ത്രീ പറയുന്ന കാര്യമുണ്ട്, എൻ്റെ സൗഹൃദ ലിസ്റ്റിൽ പെടാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല എന്നുള്ളത്. എടി, നിൻ്റെ സൗഹൃദ ലിസ്റ്റിലുള്ള ആളുകൾ തന്നെ ഇപ്പോഴും പല കാര്യങ്ങളും പല വിധത്തിൽ നീ എന്തൊക്കെ നിൻ്റെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടോ, അല്ലെങ്കിൽ നീ എന്തൊക്കെ മറ്റുള്ളവരോട് പറയുന്നുണ്ടോ, അതെല്ലാം എത്തിക്കുന്നിടത്ത് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരാരും നിന്നെ സുഹൃത്തുക്കളായിട്ട് കണ്ടിട്ടില്ല. പിന്നെ നീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷിയാസിനെ കൊണ്ട് അസുറ ബീവിയുടെ മോളെ കെട്ടിക്കാനും കൂട്ടിക്കൊടുക്കാനൊക്കെ ശ്രമിച്ചു എന്നുള്ളത്. ഈ പറയുന്ന ഷിയാസ് തന്നെ പറയുന്ന വോയിസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഷിയാസിൻ്റെ വൈഫ് പറയുന്ന കാര്യങ്ങളുമുണ്ട്. ഈ ഒരു കാര്യം വെച്ച് എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരാളും നിനക്ക് വേണ്ടി കോടതിയിലേക്ക് വരില്ല. അതുമാത്രമല്ല, നിൻ്റെ സൗഹൃദ ലിസ്റ്റിൽപ്പെട്ട പല ആളുകളും നിനക്ക് വേണ്ടി എവിടെ എത്തില്ല, കോടതിയിലെത്തില്ല. നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എന്തെന്ന് എൻ്റെ സൗഹൃദ ലിസ്റ്റിൽപ്പെട്ട ഇവരൊക്കെ വരും സാക്ഷി പറയാൻ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വരും എന്ന് വിചാരിക്കുന്ന നിനക്ക് ഞാൻ ആദ്യമായിട്ട് നിൻ്റെ അറിവിലേക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരികയാണ്. നിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ നിന്നിൽ നിന്നുള്ള പല രഹസ്യങ്ങളും ആർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ
ഈ വ്യക്തി കേസിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കേസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അത് സത്യമാണ് എന്നുള്ളതും നിന്നോടാരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഈ പറയുന്ന അസ്രായിത്തയെ സ്നേഹിക്കുന്ന ആളുകൾ നിന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അത് നിനക്ക് അറിയാഞ്ഞിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്ത്രീ ശരിക്കും പറഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രൂപ്പിൽ നിന്ന് ആണുങ്ങളെ വശീകരിച്ച് പണം മേടിച്ച് ഇഷ്ടം നടിച്ച്, ബാക്കി ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്നൊരവസ്ഥ വന്നു. പക്ഷെ അതിൽ നിന്ന് ഒതുങ്ങി മാറി നിന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന അഷ്കർ മലപ്പുറം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഈ 1000 അല്ലേ പോയുള്ളൂ, ഇനി കൂടുതൽ നമുക്ക് നഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം അതിൽ നിന്നും എന്ത് ചെയ്തു? വിട്ടൊഴിഞ്ഞു നിന്നു. അപ്പോൾ പിന്നെ ഇവർ തമ്മിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് പോയപ്പോൾ ഇതൊരു ചർച്ചാ വിഷയമായി. എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ മേടിച്ചു, ഞാനത് അങ്ങോട്ട് കോഴിക്കോട്ടേന്ന് വെച്ചു എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളും കാര്യങ്ങളും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അറിയുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇത് ഷിയാസിൻ്റെ കുടുംബത്തെ ബാധിക്കുമോ എന്ന ചിന്തയിലാണ് ഈ സ്ത്രീ അന്ന് അങ്ങനെ കിടന്നിട്ട്, ഈ സ്ത്രീയും ഷിയാസുമായിട്ടുള്ള ബന്ധം തകരുമോ, ഇനിയിപ്പോൾ വേറുള്ളതൊന്നും നടക്കൂലേ എന്നുള്ള ആ ഒരു ഇതിലാണ് ഈ സ്ത്രീ എന്ത് ചെയ്തത്? ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അസുറായിത്തെ എങ്ങനെയാണോ മറ്റോൾ ഇങ്ങനെയാണ് മറച്ച, കാരണം എല്ലാവരുടെയും വായ മൂടി കെട്ടുക എന്നതായിരുന്നു ഈ സ്ത്രീയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് തന്നെ ഈ സ്ത്രീ ആ ഒരു ഇതിൽ നിന്നും പോയ അന്ന് തന്നെ ഈ പറയുന്ന ഐഷൂട്ടി എന്ന് പറയുന്ന ഐഷൂട്ടി എന്ന വളർത്തുമകൾ ആരാ പറഞ്ഞു, ബീനിത്തയും ഷിയാസും തമ്മിൽ ക്രഷാണ്. ഞാൻ സംശയമുണ്ടെങ്കിലൊന്ന് ചോദിച്ചു നോക്കൂ, അങ്ങനെ ഒരു വോയിസ് അതിൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ നിൻ്റെ ആളുകൾ തന്നെയാണ് നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ നിനക്ക് ഒപ്പം നിന്നിട്ട് മറ്റവരെ എന്ത് ചെയ്യുന്നതും സഹായിച്ചു കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നീ കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. നിൻ്റെ കൂട്ടത്തിൽ ഷിയാസോ ഷിയാസിൻ്റെ കുടുംബമോ ഭാര്യയോ അതല്ലെങ്കിൽ നിൻ്റെ കൂട്ടത്തിൽ നിൻ്റെ ശിങ്കിടികളായിട്ട് നിൽക്കുന്നവരും ഞങ്ങളുണ്ടാകും എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി കോടതിയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നതാ ഇങ്ങനെ വിളിക്കാം. കാരണം ഈ ഓരോരുത്തർക്കും എതിരെയുള്ള വോയിസുകൾ അവിടെ നമുക്ക് സുരക്ഷിതമായിട്ടുണ്ട്. ഇവർ പറഞ്ഞിട്ടുള്ള വോയിസുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ എല്ലാം അതുണ്ട്. പിന്നെ നീ പോസ്റ്റ് ഇട്ടുണ്ടല്ലോ ഷിയാസിനെ കൂട്ടി കൊടുക്കാൻ നിന്നു എന്നുള്ളത്, എല്ലാ സംഭവങ്ങളും അവർ വ്യക്തമായിട്ട് തന്നെ കോടതിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിയാസ് വന്നില്ലെങ്കിൽ നീ ഷിയാസിനെ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? നീ ഷിയാസിനെ കൊണ്ടുവരണം. അത് ഞങ്ങളുടെയൊക്കെ ഒരു ആവശ്യമാണ്. ഞങ്ങളൊക്കെയും അവിടെ ഉണ്ടാവും. കാരണം ഷിയാസിനെ സ്വന്തം മോളനെ കൂട്ടിക്കൊടുക്കാനും അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു ഉമ്മ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ നീ അത് കൊണ്ടുവരണം. ഷിയാസ് അതിനുള്ള തെളിവ് തരണം. ഷിയാസ് അത് സമ്മതിക്കണം. ഏത് രീതിയിൽ, എവിടെ വെച്ച്, എപ്പോൾ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, തെളിവുകളെല്ലാം ഷിയാസ് അവിടെ കൊണ്ടുവരണം. ഈ ഷിയാസ് തന്നെ ഈ ഇത്താട് പറയുന്ന വോയിസ് ഉണ്ട്, ഇത്ത എനിക്ക് യാതൊന്നും അറിയില്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല അവളൊന്നും പറയുന്നതും ചെയ്യുന്നതും, എനിക്ക് പറയാനേ പറ്റുള്ളൂ, ഞാൻ അവളോട് പറഞ്ഞു നോക്കി, ഇത്ത കേസിന് പോയിക്കോളൂ, ഞാൻ ഇത്താക്ക് 100% സപ്പോർട്ടാണ് എന്ന് പറയുന്ന വോയിസും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ആ ഇത്താടെ കയ്യിലുണ്ട്. എനിക്ക് അയച്ചു തന്നതിലുണ്ട്. ആ ഇത്ത അയച്ചു തന്നതെല്ലാം എനിക്ക് വേറെയുള്ള ഇത്തമാരയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയും അവിടെ ഉള്ളപ്പോൾ ഇവർ ഈ ഇത്തക്കെതിരെ വരികയാണെന്നുണ്ടെങ്കിൽ വരില്ല എന്നെനിക്ക് 100% ഉറപ്പാണ്. ഷിയാസോ ഷിയാസിൻ്റെ കുടുംബമോ വരില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന ഐഷൂട്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഐഷൂട്ടിയുടെ നാവിൽ നിന്ന് തന്നെയാണ് ഈ ക്രഷിൻ്റെ കാര്യം ആദ്യമായിട്ട് വീണിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇവിടെ ഫ്രണ്ട്ഷിപ്പ് മിസ്യൂസ് ചെയ്തതും മുതലെടുത്തതും ഈ സ്ത്രീയാണ്. മനസ്സിലായില്ലേ? അതല്ലാതെ വേറൊരാൾക്കും മറ്റൊരാളുടെ സ്നേഹമോ പ്രേമമോ അവിഹിതമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഈ സ്ത്രീയുടെ 6 മക്കളേനെ തിന്നാൻ കൊടുക്കേണ്ട ഒരു ഗതികേട് കിടന്നിട്ട് അലയണ സമയത്ത് ഇങ്ങനെ ഓരോരുത്തരെ പിടിച്ചു 1000 2000 ഷിയാസിൻ്റെക്കുന്ന്. പിന്നെ 1000 2000 എന്നല്ല കേട്ടോ, ഒരുപാട്. ആ ചെറിയ മോന് 1500 രൂപയുടെ ഷൂ വരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വോയിസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായില്ലേ?
അപ്പോൾ വെറുതെ നിന്നിട്ട് അവർ വരും, ഇവർ വരും, മറ്റവർ വരും, മറിച്ചവർ വരും. ഞങ്ങൾ ആരാ വരുന്നത് കാത്തിട്ട് തന്നെ ഇരിക്കണത് കേട്ടോ.